വഖഫ് വിഷയത്തിലേക്കും കൂടെ ഒന്ന് വരാം. അതിലും അത് നിയമപരമായ വിഷയം കൂടിയാണ്, അതുകൂടാതെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വിഷയം കൂടിയാണ്. എങ്ങനെയാണ് പുതിയ വഖഫ് നിയമത്തിൽ വന്ന പുതിയ ഭേദഗതികൾ എന്തായാലും ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമത്തിന് അടിസ്ഥാനപ്പെടുത്തിയല്ല പ്രവർത്തിക്കാൻ പറ്റും ഏത് സംസ്ഥാനത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ 12ാം സെക്ഷനിലാണെന്ന് തോന്നുന്നു, 14ാം സെക്ഷനിലാണ് പ്രധാന കണ്ടസ്റ്റേഷൻ വരുന്നത് സംസ്ഥാനത്തിൻ്റെ. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും? ഞങ്ങൾ അങ്ങ് ഒഴിച്ചിട്ടേക്കാം. അപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറയുന്നത്, ഇടത് സർക്കാർ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങളത് ഭാവിയിൽ അത് ഫില്ല് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞു, അമുസ്ലിമുകളെ വെച്ച് ഫില്ല് ചെയ്യുന്നതാണ് നോട്ടിഫിക്കേഷൻ. നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നു പത്രക്കാർ പറഞ്ഞു, ഇവരൊന്ന് കൈവച്ച് ഇനിയൊക്കെ കൈവച്ച് പോകണം പത്രക്കാർ. എന്നുവെച്ചാൽ അതിനകത്ത് പറഞ്ഞിട്ടേ ഇല്ല. നമ്മൾ കാണേണ്ടത് വഖഫ് നിയമത്തിലെ ഈ 14ാമത്തെ വകുപ്പാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വഖഫ് ബോർഡ്സ്. അതിലാണ് 2 പേർ മിനിമം 2 അമുസ്ലിം വേണമെന്നുണ്ട് കാറ്റഗറിയിൽ. മുസ്ലിം വേണം, പണ്ട് അങ്ങനെയല്ല, MP മുസ്ലിം ആയിരിക്കണം, എല്ലാവരും മുസ്ലിമാണ് നേരത്തെ. കാരണം ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ വഖഫ് ഒരു ഇസ്ലാമിക മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ വിശ്വാസമാണ് വഖഫിലേക്ക് പ്രോപ്പർട്ടിയിലേക്ക് എത്തിക്കുന്നത്. അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം കൈകാര്യം ചെയ്യുന്നത് ആ മതവിഭാഗത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കണം. ഇപ്പോൾ ഞങ്ങൾ ദേവസ്വം ബോർഡിന് വോട്ട് ചെയ്യുമ്പോൾ ഹിന്ദു MLA മാർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു നിയമം ഉള്ളതുകൊണ്ടല്ലേ, കൃത്യമായിട്ട് നിയമം ഉള്ളതുകൊണ്ട്. അത് നിയമത്തിനൊരു ബേസ് ഉണ്ടല്ലോ, നിയമം വരുന്നതിനുള്ള ഒരു അടിസ്ഥാനങ്ങളുണ്ടല്ലോ, അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ഹിന്ദു മന്ത്രിമാരുടെയാണ് ഒരു പകുതി, ബാക്കി എത്ര മന്ത്രിമാരുണ്ട്? ശരിക്കും അങ്ങനെ പാടുണ്ടോ? മന്ത്രിമാരെ ഹിന്ദു ക്രിസ്ത്യാനിയും തിരിക്കാൻ പാടുണ്ടോ എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് ചോദിക്കാം. പക്ഷെ അതാണ് നിയമം. ഇതിനകത്ത് ഇപ്പോൾ MLA ആരും ആകാം, MP ആരും ആകാം. ആകെ വരേണ്ടത് മുത്തുവല്ലി, പിന്നെ ഒരു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെ മുസ്ലിം വേണം. അവിടെയും പറയുന്നത് മുസ്ലിം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആളെ വയ്ക്കാമെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഞങ്ങൾക്കൊരു പൊസിഷൻ ഉണ്ട്. ഞങ്ങളുടെ പൊസിഷൻ എന്ന് വെച്ചാൽ, ഒന്നിത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതിൽ അവരാണ് കൈകാര്യം ചെയ്തത്, ലോജിക്കലല്ല ഒരു നോൺ മുസ്ലിം ഇൻക്ലൂഷൻ. സെക്കൻഡ് എന്താണെന്ന് വെച്ചാൽ, ഇത് ആർട്ടിക്കിൾ 14 തുല്യതയുടേതാണ്. ഒരിടത്തും ഇവിടെ മാത്രം വരുമ്പോൾ ഈ വിശ്വാസത്തെ നിങ്ങൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണ് അഗെയിൻസ്റ്റ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 25, 26 അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതയാണ്. അതിനെതിരാണ് ഈ ക്ലോസ്. അപ്പോൾ അതുകൊണ്ട് എന്ന് മാത്രമല്ല, വേണമെങ്കിൽ മുസ്ലിം മൈനോറിറ്റി ആകാം. ആകെ 2 നോൺ മുസ്ലിം വേണമെന്ന് പറയുമ്പോൾ മുസ്ലിം എത്ര വേണമെന്ന് പറയുന്നേയില്ല. 4 പേർ മുസ്ലിം വേണമെന്ന് പറയുന്നിടത്ത് ബാക്കിയെല്ലാം നോൺ മുസ്ലിം ആകാം, ഉദ്യോഗസ്ഥൻ നോൺ മുസ്ലിം ആകാം, ചെയർമാൻ നോൺ മുസ്ലിം ആകാം. അപ്പോൾ അത്രയും പ്രശ്നങ്ങളാണ്. ഈ 3 പോയിൻ്റാണ് സുപ്രീം കോടതിയിൽ നമ്മൾ കക്ഷി ചേർന്നിരിക്കുകയാണ്. നമ്മുടെ കേസ് അതാണ്. അദ്ദേഹം പറഞ്ഞ കേസ് ഡിസ്മിസ് ചെയ്തു, ഇത് ബൈൻഡിങ് ആണ്. അത് ശരിക്കും ഫാക്ച്വൽ എററല്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ ഒരു മുഖ്യമന്ത്രി? കാരണം അദ്ദേഹത്തിന് അറിയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മുസ്ലിം ലീഗ് ആ കേസ് കക്ഷിയാണ്. ആ കേസ് ഒക്ടോബർ 25 വരാൻ പോവാണ്, അല്ല ഓഗസ്റ്റ് 25 ഡേറ്റ് ഇട്ടിരിക്കുകയാണ്. ക്ലോസ് ചെയ്തിട്ടേ ഇല്ല. ഇൻട്രീം ഓർഡർ ഉണ്ട് പ്രോപ്പർട്ടിയെ സംബന്ധിച്ച്. ഇത് കേൾക്കാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തമിഴ്നാട് ചെയ്തു. തമിഴ്നാട് കഴിഞ്ഞ നവംബർ ചെയ്തു, 2025 നവംബർ ചെയ്തു. അവർ ഒഴിവിട്ടു. കാരണം സുപ്രീം കോടതി കേസുള്ളതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ഒഴിവിട്ടു. അദ്ദേഹം പറയുന്നത് ആദ്യം കേരളമാണ് രൂപീകരിച്ചത്, നോൺ മുസ്ലിമിന് പിന്നെ ഉൾപ്പെടുത്തുക, 2 തെറ്റ്. ഞങ്ങളെല്ലാം ആദ്യം രൂപീകരിച്ചത് തമിഴ്നാടാണ്. 2 നോൺ മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ല, 2 ഒഴിവിട്ടു. അവരും ഒഴിവിട്ടു. എന്തുകൊണ്ട് ഒഴിവിട്ടത്? കാരണം നോൺ മുസ്ലിമിനെ ഉൾപ്പെടുത്താൻ പാടില്ല, ഞങ്ങളുടെ നിലപാടാണ്. പക്ഷെ ഞങ്ങൾ അവിടെ മുസ്ലിമിനെ തന്നെ വെച്ചിട്ട് ഫില്ല് ചെയ്താലോ? നിയമം സ്റ്റേ ചെയ്തിട്ടില്ല, സുപ്രീം കോടതി കൺസിഡർ ചെയ്യാണ്. അപ്പോൾ തന്നെ സുപ്രീം കോടതി ചോദിക്കില്ലേ? എടുത്തെറിയില്ല നമ്മുടെ കേസ്. ഞങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങൾ പറഞ്ഞത് ശരി, ഞങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ നിയമവിരുദ്ധമായിട്ടുള്ള ചെയ്ത്, അപ്പം തന്നെ പ്രിമാ ഫേസി ഇറ്റ് ഈസ് ഇല്ലീഗൽ. അപ്പോൾ വേക്കൻസി ഇട്ടാലോ? വി ആർ വെയിറ്റിംഗ് ഫോർ ദ വെർഡിക്റ്റ് ഓഫ് ദ അപ്പെക്സ് കോർട്ട്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്തു. ഇതാണ് കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്യുന്നത്. ഇപ്പം എന്ത് ചെയ്തു ഇവർ നേരെ കോടതി പോയിട്ട് പറഞ്ഞു, ഞങ്ങൾ സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് ദ സെക്ഷൻ 14. സെക്ഷൻ 14 അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 14 എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും 14 അനുസരിച്ച് ഞങ്ങൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അത്ര ഇവിടെ പറഞ്ഞു. സുപ്രീം കോടതി പോയപ്പോഴോ, അതിപ്പോൾ നമുക്ക് കേസിൻ്റെ വെബ്കാസ്റ്റിംഗ് ഉണ്ടല്ലോ, അതിനകത്ത് പബ്ലിക് ഡൊമൈനിലുണ്ട്. സീനിയർ അഭിഭാഷകൻ പറയുന്നുണ്ട് 2 നോൺ മുസ്ലിം വേണം, ഇത് വേണം. അപ്പോൾ അടുത്ത ഗവൺമെൻറ്റിൻ്റെ കൗൺസിൽ പറയുന്നുണ്ട്, വി ആർ ഗിവിങ് ആൻ അണ്ടർടേക്കിംഗ് ടു ദ ഹൈക്കോർട്ട്, ഓൾറെഡി ഗിവൺ ആൻ അണ്ടർടേക്കിംഗ് ടു ദ ഹൈക്കോർട്ട്. ഇപ്പോൾ 3ാമത് ഹൈക്കോടതി ഇപ്പോൾ 2ാമത് ഹൈക്കോടതി വന്നു കഴിഞ്ഞപ്പോൾ AG പറഞ്ഞു ഞങ്ങൾ 2 നോൺ മുസ്ലിമിനെ ഉൾപ്പെടുത്താം. ഇത് വളരെ അപകടകരമായ കാര്യമാണ്. എങ്ങനെ മുസ്ലിം ലീഗ് കേസ് കക്ഷിയാണ്, അവർ കൂടിയാണ് ഇത് അംഗീകരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത്ര എഴുതി വെച്ചാൽ ഏതെങ്കിലും IAS കാരൻ ഇനി 2 മുസ്ലിമിനോ നോൺ മുസ്ലിമിനോ ഒഴിവിട്ടിട്ട്
ഉത്തരവിറക്കാൻ പറ്റുമോ? കോടതി അലക്ഷ്യമായില്ല, അയാൾ കോടതിയിൽ പോയി നിൽക്കണ്ടേ? മന്ത്രി നിൽക്കണ്ടേ? സെക്രട്ടറി പോയി നിൽക്കേണ്ടി വരില്ലേ? അപ്പോൾ പ്രകടമായിട്ടുള്ള ഒരു BJP താല്പര്യത്തിലേക്ക് ഈ ഗവൺമെൻറ് പോയി. അപ്പോൾ അതാണ് പ്രതിപക്ഷ മുഖ്യമന്ത്രി അതുപോലെ ലീഗാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അവരുടെ ആരെങ്കിലും അവിടെ വരണമെന്ന് മാത്രമേ ഉള്ളൂ. 2 നോൺ മുസ്ലിം വന്നാലും ഞങ്ങളുടെ ഒരാൾ ചെയർമാനായിരിക്കട്ടെ.